എൻ്റേതായ കുറച്ച് സിഗ്നേച്ചർ റെസിപ്പി ഉണ്ട്. അതിൽപ്പെട്ടൊരു സംഭവമാണ് കേട്ടോ ഇന്ന് കാണിക്കുന്ന. ഇപ്പോൾ വീട്ടിലൊക്കെ വെറുതെ ഇരിക്കുന്നവർക്കൊക്കെ നല്ല ഒരു ഓപ്ഷനാണ് ബിസിനസ് ചെയ്യാൻ വേണ്ടിയിട്ട്. എനിക്കിത് നല്ല ആഗ്രഹമുണ്ടായിരുന്നു മറ്റുള്ളവരിലേക്ക് എത്തിക്കണം എന്നുള്ളത്. പക്ഷേ എനിക്കങ്ങനെ പറ്റാത്ത കൊണ്ട് സെയിൽ ചെയ്യാനൊന്നും പോവാറില്ല. ഞാനൊന്നും സെയിൽ ചെയ്യാറില്ല, വീഡിയോ ആയിട്ട് കാണിക്കുന്നേ ഉള്ളൂ. ആർക്കെങ്കിലും വീട്ടിലൊക്കെ വെറുതെ ഇരിക്കുന്നവർ, ഫ്രീ ആയിട്ട് ഇരിക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഹെൽപ്പിന് ഒരാളൊക്കെ വെച്ചിട്ട് സെയിൽ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ ഇത്. നമുക്ക് ചിലവൊന്നും ഇല്ലാതെ നമുക്ക് ഏറ്റെടുക്കാൻ പറ്റുന്ന, വീട്ടിൽ തന്നെ ഇരുന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ്സാണ്. നല്ല സാമ്പാർ പൗഡറാണ് കേട്ടോ ഇത്. തേങ്ങയൊക്കെ ചേർത്ത് വറുത്തരച്ച സാമ്പാർ പൗഡറാണ്. പല രീതിയിലും പലതും നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. പക്ഷേ ഈ ഒരു തേങ്ങ ചേർത്ത് വറുത്തരച്ച സാമ്പാർ പൗഡർ എല്ലാവരും പറയുമ്പോൾ തേങ്ങയൊക്കെ ചേർത്താണോ തേങ്ങ ചേർത്തിട്ടുള്ള സാമ്പാർ പൗഡറാണോ, അതെന്താ അന്ന് പലരും ചോദിക്കാറുണ്ട്. പക്ഷേ സംഭവം അടിപൊളിയാണ്. ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്, സാമ്പാറും കാണിച്ചിട്ടുണ്ട്, സാമ്പാർ പൗഡറും കാണിച്ചിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട് ഇതിൽ. സാമ്പാർ ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഉടുപ്പി സ്റ്റൈലിലുള്ള സാമ്പാറാണ്. ഒരുപാട് പേര് ഉണ്ടാക്കിയിട്ടും കഴിച്ചിട്ടുമൊക്കെ നല്ല അഭിപ്രായം പറഞ്ഞ ഒരു റെസിപ്പിയാണ് കേട്ടോ. അപ്പം നമുക്ക് നോക്കാം ഓരോന്നായിട്ട്. കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് ചെയ്യാം കേട്ടോ. ഇതിന് നമ്മൾ ഇതൊക്കെ വറുത്തെടുക്കുമ്പോൾ അപ്പോൾ ആദ്യം ഫ്ലെയിം നല്ലോണം കുറച്ച് വെക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഓഫാക്കി കൊടുത്തിട്ട് ചേർത്ത് കൊടുത്താലും മതി, പിന്നെ ഓണാക്കി കൊടുത്താൽ മതി. അപ്പോൾ ആദ്യം ഇതിലോട്ട് ചേർത്തിട്ടുള്ളത് ഒരു 32 വറ്റൽമുളക്, അതുപോലെ 1 കപ്പിനേക്കാളും 1 ടേബിൾ സ്പൂൺ കുറച്ചിട്ട് 15 ടേബിൾ സ്പൂൺ മല്ലി, പിന്നെ 6 ടേബിൾ സ്പൂൺ, ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ ഇൻഗ്രീഡിയൻസ്. 6 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ്, ചെന്നാദാളാണ്, പിന്നെ 1 ടീസ്പൂൺ ഉലുവ, 1/4 കപ്പ് ചിരകിയ തേങ്ങ എല്ലാം ചേർത്തിട്ട് നന്നായിട്ട് വറുത്തെടുക്കുക. ചിരകിയ തേങ്ങ തന്നെ എടുക്കുക കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ കട്ട് ചെയ്തിട്ടുള്ള ചോപ്പ് ചെയ്തിട്ടുള്ള തേങ്ങയാണെങ്കിൽ എല്ലാം ഒരേ രീതിയിൽ വറുത്ത് കിട്ടൂല. തേങ്ങ വറുക്കാതെയും ബാക്കിയുള്ളതൊക്കെ പെട്ടെന്ന് റോസ്റ്റായിട്ടുമൊക്കെ ആയിരിക്കും കിട്ടുന്നത്. അപ്പം അതുകൊണ്ട് ചിരകിയ തേങ്ങ തന്നെ ചേർക്കാൻ നോക്കാം. നമ്മളിത് കുറേ നാൾ ഇത് സ്റ്റോർ ചെയ്യുന്നതല്ലേ, അപ്പോൾ കേടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാം നല്ല രീതിയിൽ ഇതേപോലെ ലൈറ്റ് ബ്രൗൺ കളറായി കിട്ടണം മൊത്തത്തിൽ തേങ്ങയൊക്കെ. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ തേങ്ങ ജസ്റ്റ് ഒന്ന് ഒരു പകുതി റോസ്റ്റാക്കിയിട്ട് ഈ ഒരു സംഭവം നമ്മൾ വറ്റൽമുളക്, ഈ ഒരു കടലപ്പരിപ്പും മല്ലിയും ഒക്കെ ഒരു പകുതി റോസ്റ്റാകുമ്പോൾ തേങ്ങയും കൂടെ ചേർത്തിട്ട് ഒന്നും കൂടെ നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുത്താൽ മതി. ഒരുമിച്ച് തന്നെ തേങ്ങ റോസ്റ്റ് ചെയ്തെടുക്കുന്നതായിരിക്കും ഒന്നും കൂടെ ടേസ്റ്റ് കൂടുതൽ. പിന്നെ ഇതിലോട്ട് അവസാനം ആകുമ്പോൾ കായപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കായപ്പൊടി ആയതുകൊണ്ടാണ് ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുത്ത. ഏകദേശം 1 ടീസ്പൂൺ കായപ്പൊടിയും കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. ഫ്ലെയിം കുറച്ചിട്ടാണ് കായപ്പൊടി ചേർത്ത് കൊടുക്കുമ്പോൾ വെച്ചിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്കിത് ഓഫ് ചെയ്തിട്ട് ഇത് ചൂടാറിയ ശേഷം നന്നായിട്ട് നമുക്ക് ബ്ലെൻഡറിലിട്ടിട്ട് ഇത് ബ്ലെൻഡ് ചെയ്തെടുക്കാം. നല്ലോണം ചൂടാറിയിട്ട് ബ്ലെൻഡറിലിട്ടിട്ട് പൊടിച്ചെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ എല്ലാം ഒരുമിച്ച് തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് 2 ബാച്ചായിട്ട് ചെയ്യുന്നെങ്കിൽ അങ്ങനെയും ചെയ്യാം. പിന്നെ കുറേ കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ടാക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ 3-4 ബാച്ചായിട്ടൊക്കെ പൊടിച്ചെടുത്താൽ മതി. അതുപോലെ വലിയ പാത്രം വെച്ചിട്ടൊക്കെ വറുത്തെടുക്കാൻ നോക്കാം. ഞാൻ തേങ്ങ ചേർത്ത് കൊടുക്കുമ്പോൾ അതിൽ ഒരു 3-4 പീസസ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് ചെറിയ രീതിയിൽ നല്ലോണം വറുക്കാത്ത രീതിയിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് കുഴപ്പമില്ല. അതുകൊണ്ട് നിങ്ങളടുത്ത് പറഞ്ഞത് ചിരകിയ തേങ്ങ തന്നെ ചേർക്കണം എന്നുള്ളത്. അപ്പോൾ ഇത് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. നല്ല പാകത്തിനായിട്ടുണ്ട്. നല്ല ഫൈൻ പൗഡറായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ളൊരു നല്ല മണമാണ് ഈ ഒരു സാമ്പാർ പൗഡർ തന്നെ. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തായാലും ഉണ്ടാക്കി നോക്കാം. ഇനി നമുക്കിത് മെഷർ ചെയ്ത് നോക്കാം എത്ര ഉള്ളത് എന്നുള്ളത്. ഈ ഒരു പാത്രം ലെസ് ചെയ്തിട്ടാണ് ഞാനിപ്പോൾ മെഷർ ചെയ്തെടുക്കുന്നുള്ളത്. അപ്പോൾ നമുക്ക് ഇതിനനുസരിച്ച് നമുക്ക് എത്രയാണ് ചിലവായത്, നമ്മൾ പിന്നെ എടുത്ത ഈ ഒരു ജോലിയും അതിൻ്റെ ലാഭവും കൂടെ കൂട്ടിയിട്ടൊക്കെ നമുക്ക് സെയിൽ ചെയ്താൽ മതി. ഇതിപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ളത് 190 ഗ്രാമാണ്. നമ്മളെടുത്ത അളവിൽ നമുക്ക് 190 ഗ്രാമാണ് കേട്ടോ ഈ ഒരു സാമ്പാർ പൗഡർ കിട്ടിയിട്ടുള്ളത്. ഇനി ഇത് നല്ല കണ്ടെയ്നറിലാക്കിയിട്ട് സ്റ്റോർ ചെയ്താൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ സെയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർ നല്ല പാക്കറ്റ് 50 ഗ്രാമോ അല്ലെങ്കിൽ 60 ഗ്രാമോ 75 ഗ്രാമോ എന്ന രീതിയിലൊക്കെ പാക്കറ്റ് ആക്കിയിട്ടൊക്കെ സെയിൽ ചെയ്താൽ മതി. നമുക്ക് പലതും പല രീതിയിലും വാങ്ങിക്കാൻ കിട്ടലുണ്ട്. പത്തിരിപ്പൊടി, പുട്ടുപൊടി, ഗരം മസാലപ്പൊടി, അങ്ങനെ പലതും. പക്ഷേ വറുത്തരച്ച സാമ്പാർ പൗഡർ ഈ ഒരു രീതിയിൽ എനിക്ക് തോന്നുന്നു കിട്ടാനുണ്ടാവില്ല എന്ന്. തേങ്ങ വറുത്തരച്ച സാമ്പാർ പൗഡർ എന്ന രീതിയിൽ തന്നെ നിങ്ങൾ സെയിൽ ചെയ്യേണ്ടി വരും. അപ്പോൾ താല്പര്യമുള്ളവർ ബിസിനസ്സാക്കി ഏറ്റെടുക്കുക, അല്ലെങ്കിൽ വീട്ടിലെ ആവശ്യത്തിന് ചെയ്തെടുക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇനി ഇതുപോലെ നല്ല റെസിപ്പിയുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്